ഞാനൊരു 30കളുടെ പകുതിയിലുള്ള എൻ്റെ അച്ഛന് ഡയബറ്റിസ് ഉള്ള ഒരു ആളാണ്. എനിക്കിപ്പോൾ ഡയബറ്റിസ് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ്, അതായത് ഒരു കോമൺ മാൻ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന നിലയ്ക്ക് എത്ര കാലം കൂടുമ്പോൾ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം? ശരിക്കും നമ്മൾ പണ്ട് പറയുന്നത് 45 വയസ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നൊക്കെയാണ്. ഇപ്പം 45 വയസ്സെന്നൊരു വയസ്സേ അല്ല. 20 വയസ്സിലും നമ്മൾ ഡയബറ്റിസ് കാണുന്നുണ്ട്, 10 വയസ്സിലും ടൈപ്പ് 2 ഡയബറ്റിസ് കാണുന്നുണ്ട്. അപ്പം നേരത്തെ ഇപ്പം നമുക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ റുട്ടീനായിട്ട് ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക. ഫുഡ് കഴിഞ്ഞ് ഒരു 1.5-ക്കും 2 മണിക്കൂറിനിടയ്ക്ക്, അതായത് 2 മണിക്കൂറിനകം എന്ന് പറഞ്ഞാൽ മതി, ആ ഫുഡിന് ശേഷമുള്ള ഒരു ബ്ലഡ് ഷുഗറും പിന്നെ 3 മാസത്തെ ആവറേജ്, അതാണ് നമ്മൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, അതായത് HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 3 മാസത്തിൻ്റെ ഒരു കാലയളവിൽ എത്രത്തോളം വ്യത്യാസം വന്നു, അതൊരു ശതമാന കണക്കിലാണ് പറയുന്നത്. ഇപ്പോൾ 5.7% to 6.2% ആണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക്കാണ്. 6.2 ക്രോസ് ചെയ്താൽ നമ്മൾ ഡയബറ്റിക്കാണ്. ഒരു 3 മാസത്തിലൊരിക്കൽ നോക്കണം എന്ന് നിർബന്ധമില്ല, 6 മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ടൊരു ഇൻഫെക്ഷൻസ് അതും ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ജലദോഷം, ചുമ, പിന്നൊരു ന്യൂമോണിയ, പിന്നൊരു വൈറൽ ഫീവർ, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഇമ്മ്യൂണിറ്റി സപ്രഷൻ വരുമ്പം ഒരു റീസൺ ഡയബറ്റിസ് ആകാം. അതല്ലാതെ ഒരുപാട് റീസൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യുക.